ഈ മാസം 26-ാം തീയതി പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വയനാട് പാർലമെന്റ് സ്ഥാനാർത്ഥി സഖാവ് ആനി രാജയുടെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി 140-ാം ബൂത്തിലെ കക്കറ കുണ്ടോട 140-ാം ബൂത്തിലെ വോട്ടർമാരെ ആനി രാജയ്ക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്ലേ കാർഡും പിടിച്ച് ഒരു അഭ്യർത്ഥന നടത്തിക്കൊണ്ടാണ് ഇന്ന് മഹിളകളുടെ നേതൃത്വത്തിൽ ഈ 13-ാം വാർഡിൽ ഇത്തരം ഒരു പ്രചരണ പരിപാടി നടത്തിയിട്ടുള്ളത്. നമുക്കൊക്കെ തന്നെ അറിയാം, ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ ധിക്കാരമായ പല നിയമങ്ങൾക്കുമെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തെ മുച്ചൂട് മുടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പല കരിനിയമങ്ങളും നടത്തി സംസ്ഥാന ഗവൺമെന്റ് കിട്ടേണ്ട 57,000 കോടി രൂപ തടഞ്ഞുവെച്ച് ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി മുഖ്യമന്ത്രി, മന്ത്രിമാരും ജനപ്രതിനിധികളും സമരം നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മളെ സംസ്ഥാനം എത്തിയിരിക്കുകയാണ്. അതിന്റെ ഫലമായി 13,608 കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കുകയും സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്നിരുന്ന നമ്മുടെ പെൻഷൻ 3 മാസത്തെ പെൻഷൻ കൊടുത്തു തീർക്കാൻ കഴിയുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അവസാന ഗഡു കൊടുക്കേണ്ട 1,800 ചില്ലാൻ ഗഡു കൊടുത്തുകൊണ്ടും സംസ്ഥാന ഗവൺമെന്റ് ആ ഒരു പോരാട്ടത്തിലാണ്. ഈ സമയത്ത് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 18 UDF എംപിമാർ എന്ത് ചെയ്തു എന്നത് നമ്മൾ ജനങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. സംസ്ഥാനത്തിന് കിട്ടേണ്ട ആവശ്യം ഒന്നും കിട്ടാനില്ല, ദൂർത്താണ് എന്ന് പറഞ്ഞ് നമ്മളെ സംസ്ഥാനത്തെ മുടിക്കുന്നതിന് വേണ്ടി ഈ BJP ഗവൺമെന്റിന്റെ കൂടെ നമ്മളെ സംസ്ഥാന UDF എംപിമാരും കൂടി ചേർന്നിരിക്കുകയാണ്. അവർക്കുള്ള തിരിച്ചടി കൂടിയാണ് ഈ സുപ്രീം കോടതി വിധിയും. ഇനിയിപ്പോ 22-ാം തീയതി നാളെ ഒരു വിധി കൂടി വരാൻ നിൽക്കുകയാണ്. 5,000 കോടി രൂപയും കൂടി നമുക്ക് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. അതിൽ 2,000 കോടി രൂപയാണ് ഇപ്പോൾ എടുക്കുന്നത്. അത് തന്നെയല്ല, ഇത് അവരുടെ ഔദാര്യമല്ല, അവകാശമാണ്. അത് സംസ്ഥാന ഗവൺമെന്റ് പിടിച്ചു വാങ്ങും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിയമ പോരാട്ടങ്ങളും ജനങ്ങളെ അണിനിരത്തിയുള്ള സമരവുമായി മുന്നോട്ട് പോകും. CA പോലുള്ള NRC പോലുള്ള കരിനിയമങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിൻവലിക്കുക എന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലും പോലും പറയാത്ത ഈ സാഹചര്യത്തിലാണ് നമ്മളെ സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന്റെ കൂടെ എല്ലാ ആളുകളും അണിനിരക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അടുത്ത 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെയും പ്രത്യേകിച്ച് ഇന്ത്യയുടെയും മതേതരത്വം, ജനാധിപത്യം, അതേപോലെ നമ്മൾ ഈ സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ അംഗങ്ങളുടെ എണ്ണം കൂടണം. അത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യവും. ആ ലക്ഷ്യത്തിലേക്കാണ് സംസ്ഥാന ഗവൺമെന്റ് പാർട്ടിയും ഇടതുപക്ഷവും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.